പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ട കാലത്തും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് തെന്നല സാറായിരുന്നു. തെന്നല ഫോർമുല എന്ന് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ അത് പരിഹരിക്കാൻ തെന്നല സാറിനെ ചുമതലപ്പെടുത്തുക എന്നതായിരുന്നു മുതിർന്ന നേതാക്കളായ ശ്രീ കെ കരുണാകരനും ശ്രീ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം സമീപിച്ചൊരു രീതി. അവിടെ ശാന്തമായി ഏത് സംഘർഷാവസ്ഥയെ അദ്ദേഹം കൈകാര്യം ചെയ്യും. സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി കൈകാര്യം ചെയ്യും. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാലത്തും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വ്യക്തിത്വത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന ഭാവമായി ഞാൻ കാണുന്നത്. അത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. എല്ലാവരാലും അംഗീകരിക്കപ്പെടാൻ കഴിയുക, എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായി മാറാൻ കഴിയുക എന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ അപൂർവമായി ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണ്, ഭാഗ്യമാണ്. ആ ഭാഗ്യവും ആ സിദ്ധിയും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തെന്നല സാർ. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ MLA ആയും രാജ്യസഭാംഗമായും KPCC പ്രസിഡന്റായുമെല്ലാം ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. ജനങ്ങളുമായി നിരന്തരമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തിനെക്കുറിച്ച്, തന്റെ ജന്മനാടിനെ കുറിച്ചെല്ലാം അഭിമാനത്തോടുകൂടി എപ്പോഴും സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഒരാളെ കുറിച്ച് ഇപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ശൂരനാട് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ 3 ജനറേഷനെ കുറിച്ച് അദ്ദേഹം അപ്പൊ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അത്രമാത്രം ആഴത്തിലുള്ള ബന്ധം സ്വന്തം ജന്മനാടുമായി ഗ്രാമവുമായും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊരാളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നൈർമല്യമാർന്ന ഒരു വശമാണ് എന്ന് നമുക്കറിയാം. പിന്നെ പ്രതിസന്ധികളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ മുഖം മാറും. എന്റെയൊക്കെ മുഖം പെട്ടെന്ന് മാറും. ഓരോ നമ്മുടെ ഉള്ളിലത്തെ സ്വഭാവം വരും. സാറ് അത് ശീലിച്ചെടുത്തതാണോ ജന്മനാ കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ കാണില്ല. ഏത് സന്നിഗ്ധാവസ്ഥയിലും ഏത് സന്ദർഭത്തിലും ചിരിച്ചുകൊണ്ടേ പോവുള്ളൂ. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഞങ്ങളൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യം 2001 വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്ന ആ ദിവസം അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഒരു ഇല പൊഴിയുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് അത് പോയത്. ആ പുഞ്ചിരി അപ്പോഴും മുഖത്ത് നിന്നും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി, അത് ഞാൻ ഭംഗിയായി ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്നുള്ള ഭാവമായിരുന്നു. നമുക്ക് ആർക്കും ആ ഭാവം ഉണ്ടാവില്ല. നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും നമുക്ക് ആ മുഖത്ത് ആ ഭാവം വരില്ല. നമ്മുടെ സങ്കടവും അമർഷവും ദേഷ്യവും പ്രയാസവും ഒക്കെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. പക്ഷെ അദ്ദേഹം അതിനെ എടുക്കുന്നത് അങ്ങനെയാണ്. എന്നെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ചു നിർണായകമായ ഘട്ടത്തിൽ. ആ ദൗത്യം ഞാൻ ഭംഗിയായി നിറവേറ്റി ഉജ്ജ്വലമായ വിജയം UDFനും കോൺഗ്രസിനും നേടിക്കൊടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസിന്റെ പടിയിറങ്ങുന്നത് എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ജീവിതത്തിന്റെ സന്നിഗ്ധാവസ്ഥകളെ, സംഘർഷങ്ങളെ എല്ലാം വളരെ ഭംഗിയായി സമീപിക്കാൻ കഴിയുമായിരുന്നു. നാണലബ്ധിയാണ്. അത് ഹൃദയത്തിലാണ് എല്ലാവരും ആ മനുഷ്യനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഓടിച്ചെല്ലാൻ, ആ വാത്സല്യം ഏറ്റുവാങ്ങാൻ, സ്നേഹം ഏറ്റുവാങ്ങാൻ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ ഒരു ഉപദേശം പോലെ സ്വീകരിക്കാൻ ഒരുപാട് പേർ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു. എപ്പോൾ ബന്ധപ്പെട്ടാലും അത് നമുക്ക് കരുത്തു പകരുന്ന രീതിയിൽ, നമുക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ, നമ്മളെ പ്രചോദിതരാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരും ഞങ്ങൾക്ക് ശേഷം വന്നവരും എല്ലാവരും ആ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ആളുകളാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഹൃദയം നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.